ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിന് കൊടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് കൃപാഭിഷേകത്തിൻ്റെ ഈ സമയത്ത്, ഈ മണിക്കൂറിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. വചനം കേട്ട് നമുക്ക് കൃപയിലേക്ക് വരാം. ലൂക്ക 2:19, 2:51 പറയുന്ന പോലെ മറിയമാകട്ടെ ഇതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. പരിശുദ്ധയമ്മ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു, അത് ഗാഢമായി ചിന്തിക്കുന്നു. പരിശുദ്ധയമ്മ ആ വചനത്തെ മാംസം ധരിക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവവചനം ധ്യാനിക്കുന്നവരായിട്ട് മാറണം. അപ്പോൾ ദൈവം ധ്യാനിക്കുമ്പോൾ അതിലൂടെ തന്നെ കൃപ നമുക്ക് ലഭിക്കും. ഇത് നമ്മൾ ധ്യാനിക്കാൻ പോവുക. ലൂക്കാ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനം. അതിനുശേഷം യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു. 12 പേരും അവനോട് കൂടെ ഉണ്ടായിരുന്നു. അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെരോദോസിൻ്റെ കരസ്ഥനായ കുസായുടെ ഭാര്യ യോവന്നായും സുസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇവിടെ വലിയൊരു വചനമാണ് ധ്യാനിക്കുക. 2-ാമത്തെ വചനം ലൂക്ക 8:2 പറയും, 7 ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയം. മഗ്ദലന മറിയത്തെക്കുറിച്ച് പറയുമ്പോൾ 7 പിശാചുക്കൾ അവളിൽ നിന്ന് വിട്ടുപോയി, ബന്ധനം വിട്ടുപോയി. അവർ ഈശോ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു ശിഷ്യയാണ് മഗ്ദലന മറിയം. അതിന് കാരണം ഒന്നേ ഉള്ളൂ, അവളിൽ നിന്ന് 7 തിന്മയുടെ മുഴുവൻ തിന്മയുടെ ശക്തികളും വിട്ടുപോയി. പലപ്പോഴും നമുക്ക് കർത്താവിനെ മുഴുഹൃദയത്തോടെ സ്നേഹിക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഏതെങ്കിലും ഒരു തിന്മയുടെ പൈശാചിക പീഡ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്നവരുണ്ട്. അപ്പം അത് നിൽക്കുന്നത് കൊണ്ടാണ് ഈശോയുമായിട്ട് അടുക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും അടുക്കാൻ പറ്റാത്തത്. യോഹന്നാൻ സുവിശേഷം നമുക്കറിയാം, 20-ാം അധ്യായത്തിൽ ഈശോയുടെ ഉത്ഥാനം നടക്കുന്ന സമയത്ത് ഈശോ ആദ്യം പ്രത്യക്ഷപ്പെടുന്നത് മഗ്ദലന മറിയത്തിനാണ്. അവളാണ് ഈശോയെ കണ്ടുമുട്ടുന്നത്. അപ്പോൾ അവിടെ വെച്ച് ഈശോ വിളിക്കുന്നുണ്ട് അവളെ മറിയം എന്ന് വിളിക്കുന്നു. അവൾ തിരിച്ച് റബൂനി എന്ന് വിളിക്കുന്നുണ്ട്. അതായത് അവൾ വളരെ കർത്താവിനോടുള്ള ആത്മബന്ധത്തിൻ്റെ ആഴത്ത് നിൽക്കുക. അതിൻ്റെ തടസ്സമൊന്നുമില്ല. അവിടെ കാണാൻ പറ്റും, അതിരാവിലെ ഈശോയുടെ കല്ലറയിലേക്ക് ഇവൾ പോകുന്നത് കാണാൻ പറ്റും. വചനം പറയുന്നുണ്ട്, യോഹന്നാൻ 20:1 മുതൽ ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിൻ്റെ സമീപത്തേക്ക് വന്നു. ശവകുടീരത്തിൻ്റെ കല്ല് മാറ്റപ്പെട്ടിരിക്കുന്ന അവൾ കണ്ടു. അവൾ ഉടനെ ഓടി ശമേൻ പത്രോസിൻ്റെയും യേശു സ്നേഹിച്ചിരുന്ന മറ്റേ ശിഷ്യൻ്റെയും അടുത്തെത്തി പറഞ്ഞു, കർത്താവിനെ അവർ കല്ലറയിൽ നിന്ന് മാറ്റിയിരിക്കുന്നു, എന്നാൽ അവനെ അവർ എവിടെ വെച്ചുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പത്രോസ് ഉടനെ മറ്റേ ശിഷ്യനോട് കൂടെ കല്ലറയുടെ അടുത്തേക്ക് പോയി. അവർ ഇരുവരും ഒരുമിച്ച് ഓടി. എന്നാൽ മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ കൂടുതൽ വേഗം ഓടി ആദ്യം കല്ലറയുടെ അടുത്തെത്തി. കുനിഞ്ഞു നോക്കിയപ്പോൾ കച്ച കിടക്കുന്നവൻ കണ്ടു, എങ്കിലും അവനകത്ത് പ്രവേശിച്ചില്ല. അവൻ്റെ പിന്നാലെ വന്ന ശമേൻ പത്രോസ് കല്ലറയിൽ പ്രവേശിച്ചു. കച്ച അവിടെ കിടക്കുന്നതും തലയിൽ കെട്ടിയിരുന്ന തുവാല കച്ചയോടുകൂടെ അല്ലാതെ തനിച്ചൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും അവൻ കണ്ടു. അപ്പോൾ കല്ലറയുടെ സമീപത്ത് ആദ്യമെത്തിയ മറ്റേ ശിഷ്യനും അകത്ത് പ്രവേശിച്ച് കണ്ടു വിശ്വസിച്ചു. അപ്പോൾ അവിടെ കണ്ടുമുട്ടുന്ന ആദ്യം ഈശോ പ്രത്യക്ഷപ്പെടുന്ന അവിടെ മറിയത്തിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അതിനുശേഷം കൊണ്ട് ഇതെല്ലാം അപ്പോൾ അവിടെ എല്ലാവരും അടയാളങ്ങൾ കാണുന്നു. അടുത്ത വചനം പറയും, യോഹന്നാൻ 20:11 മുതൽ മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ടിരുന്നു. അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുനിഞ്ഞ് കല്ലറിലേക്ക് നോക്കി വെള്ള വസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ യേശുവിൻ്റെ ശരീരം വച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലയ്ക്കലും ഇതരൻ കാൽക്കലുമായിരിക്കുന്ന അവൾ കണ്ടു. അപ്പോൾ അവൾക്ക് കാണാൻ പറ്റുന്നു. കാരണം അവളുടെ ബന്ധനം വിട്ടുപോയതുകൊണ്ട് അവൾക്ക് ഈശോയുടെ മാലാഖമാരെ, ദൈവദൂതന്മാരെ കാണാൻ പറ്റുന്നു. അത് തൊട്ട് മുമ്പ് തന്നെ അതിരാവിലെ തന്നെ ഇവൾ ഈശോ കല്ലറയിലേക്ക് പോകുന്നതിൻ്റെ കാരണം ഈശോയോട്ടുള്ള അത് തടസ്സമൊന്നുമില്ല. അതായത് ഇരുട്ടിൻ്റെ ഭയമോ ചുറ്റുപാടിൻ്റെ ഭയമോ ഒന്നും നോക്കിയില്ല. കാരണം ബന്ധനമുള്ളവർക്കാണ് ഈ ഭയം. എല്ലാം ഇപ്പോഴും ഒന്നും കാണാൻ ക്ലാരിറ്റി, ഒന്നിന് വ്യക്തതയില്ല. ഇപ്പോൾ ബന്ധനം കംപ്ലീറ്റ് പോയ അതാണ് 7 പിശാചുക്കൾ അവളെ വിട്ടുപോയി. ഈശോ അവളിൽ നിന്ന് 7 പിശാചുക്കളെ ബഹിഷ്കരിച്ചു. അതോടെ ഇവൾക്ക് വളരെ വ്യക്തമായിട്ട് ദൈവീയ കാര്യങ്ങൾ ഈശോയെ മനസ്സിലാക്കാൻ, ഈശോ ദൈവമാണെന്ന് മനസ്സിലാക്കാൻ, ഈശോ ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമായി സ്നേഹിക്കാൻ,
അല്ലെങ്കിൽ ഈ അതിരാവിലെ അവിടേക്ക് ചെല്ലാനൊക്കെ സാധിക്കും. ആ ഒരു വിപരീതമായ സാഹചര്യത്തിൽ ഈശോ അടുക്കിലേക്ക് പോകാൻ, കല്ലറിലേക്ക് പോകാൻ സാധിച്ചു എന്നുള്ളത്. അവിടെ വീണ്ടും കാണാൻ പറ്റും പത്രോസും അല്ലെങ്കിൽ യോഹന്നാനുമായിരിക്കുക മറ്റേ ശിഷ്യൻ. അപ്പോൾ അവർ രണ്ടുപേരും അകത്ത് കയറിയപ്പോൾ അടയാളങ്ങൾ കണ്ടു, കച്ച കിടക്കുന്നത് കണ്ടു, ഇതെല്ലാം സംഭവം ഈശോ അതെല്ലാം കണ്ടെങ്കിലും അതിനുശേഷം അവർ പോയി കഴിഞ്ഞപ്പോൾ ഇവൾ അവിടെ കല്ലറയുടെ മുമ്പിൽ തന്നെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ അവൾക്ക് ഈശോയോടുള്ള ബന്ധത്തിൻ്റെ ആളുകളെ കാണിക്കുന്നു. വീണ്ടും പറയുന്നുണ്ട് അവിടെ വെച്ച് മറ്റൊരു സംഭവം കൂടെ പറയുന്നത്, അപ്പോൾ അവൾ അകത്തോട്ട് നിൽക്കുമ്പോൾ 2 ദൈവദൂതന്മാർ അവൾ കാൽക്കലും തലക്കിലുമായിട്ട് ഈശോയുടെ മൃതശരീരം വെച്ചിരുന്ന അതിൻ്റെ തലക്കിലും കാലം അവരിയ്ക്കുന്നതായിട്ട് കാണുക. അപ്പോൾ ഇവൾ ബന്ധമില്ലാത്തവരുമ്പോൾ നമുക്ക് ഈ ആത്മീയ രഹസ്യങ്ങൾ വിശുദ്ധരെ കാണാം. നമ്മുടെ കൂടെ മാലാഹമാരുണ്ട്, കാവൽ മാലാഹമാരുണ്ട്. സഭയിൽ നമുക്കറിയാം മിഖായിൽ മാലാഹയുടെ അല്ലെങ്കിൽ റഫേൽ ഗബ്രിയേൽ മാലാഹമാർ, ഇതെല്ലാം കാണണമെങ്കിൽ ബന്ധനം ഉണ്ടാകാൻ പാടില്ല. തിന്മയുടെ പൈശാചിക ബന്ധനം നമ്മൾ നിൽക്കുമ്പോൾ ഇങ്ങനെയുള്ള ദൈവീക കാര്യങ്ങളെ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധ കുർബാനയിലൊക്കെ നോക്കുമ്പോൾ അവിടെയുള്ള ഉത്ഥിതനായ ഈശോയെ കാണാൻ പറ്റണമെങ്കിൽ നമ്മൾ ബന്ധനം ഉണ്ടാകരുത്. വെറുപ്പിൻ്റെ, പകയുടെ, അഹങ്കാരത്തിൻ്റെ ഒക്കെ തിന്മയുടെ ജെറമ്യ 50:31 അഹങ്കാരത്തിൻ്റെ അരൂപികൾ അല്ല വെറുപ്പിൻ്റെ അരൂപികൾ നമ്മളൊന്നും നിൽക്കാൻ പാടില്ല. അത് ഉൽപ്പത്തി 4 മുതൽ 7 വരെയുള്ള പറഞ്ഞ കായേൻ്റെ ആ വെറുപ്പിൻ്റെ അരൂപി, അവന് മുഖം കറുത്തെന്ന് പറയും. അപ്പോൾ അതൊക്കെ നിൽക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണാൻ പറ്റാതെ പോകുന്നത്. അത് അശുദ്ധിയുടെ മേഖലകൾ, വെറുപ്പിൻ്റെ മേഖല, സ്വാർത്ഥതയുടെ മേഖല ഒക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ദൈവ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല. ഈശോയുടെ സാന്നിധ്യം കിട്ടുന്നില്ല. ഈശോ നമ്മൾ കൂടെ ഉണ്ടെങ്കിൽ അനുഭവിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഈ അവിശ്വാസം, യുക്തിചിന്ത, പക്ഷേ അതല്ല ഈ പിശാച് 7 വിട്ട് ബൈബിൾ 7 പൂർണ്ണത. അപ്പോൾ അവളുടെ മുഴുവൻ തിന്മയുടെ ശക്തികളെ ഈശോ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഷി കുഡ് സീ ജീസസ്. നന്നായിട്ട് ഈശോ കാണാൻ പറ്റി, ഈശോയെ മനസ്സിലാക്കാൻ പറ്റുന്നു, ഈശോ കാണാൻ പറ്റും. വീണ്ടും നമ്മളവിടെ വചനം കാണുന്നുണ്ട്. യോഹന്നാൻ 20-ാം അധ്യായത്തിൽ 13-12 മുതൽ വെള്ളവസ്ത്രം ധരിച്ച 2 ദൂതന്മാർ ഈശോയുടെ ശരീരം വച്ചിരിക്കുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കിലുമായിരിക്കുന്നവൾ കണ്ടു. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി, അവർ അവനെ എവിടെയാണ് വച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ദൈവദൂതന്മാർക്കോട് സംസാരിക്കാൻ അവൾക്ക് പറ്റുന്നു. ദൈവദൂതന്മാരോട് സംസാരിക്കാൻ പറ്റും. കാരണം അവൾ ബന്ധനമില്ല, പൈശാചിക പീഡ ശക്തിയില്ല. അതുകൊണ്ട് ദൈവദൂതന്മാരോട് സംസാരിക്കാൻ പറ്റുന്നു. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്ന അവൾ കണ്ടു. യേശു കാണാൻ പറ്റി, എന്നാൽ അത് യേശുവാണ് അവൾക്ക് മനസ്സിലായില്ല. ഉത്തിതനായ ഈശോയുടെ രൂപഭാവങ്ങൾ ഇവൾ ആദ്യമായിട്ടാണ് കാണുന്നത്, അവൾക്ക് മനസ്സിലായില്ല. യേശു അവളോട് ചോദിച്ചു, സ്ത്രീ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ആ തോട്ടക്കാരനാണെന്ന് വിചാരിച്ച് അവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാനവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. അവൾ ഭയമില്ല, ഒരു ചെറിയ ഭയം പോലും ഇല്ല. ആ ഒരു കല്ലറയുടെ ചുറ്റും നിൽക്കുന്ന അവൾക്ക് യാതൊരു വൈശാസികമായ ചിന്തകളൊന്നുമില്ല. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 11-12 8 മുതൽ 12 വരെ വചനം വായിക്കുമ്പോൾ അവിടെ കാണാൻ പറ്റും മനുഷ്യർക്ക് ഭയം വരുന്നത് കാണാൻ പറ്റും. ആദ്യ പാപത്തിൻ്റെ ഫലമായ ഫിയർ എന്നുള്ള എലമെൻ്റ് അവൻ്റെ ഉള്ളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവന് മരങ്ങൾക്കിടയിൽ ഒളിച്ചത്. നീ എന്തുകൊണ്ടാണ് ഒളിച്ചത്? നീ എന്തുകൊണ്ടാണ് എന്താ ചോദിച്ചു? നീ എവിടെയാണെന്ന് ഞാൻ ഭയന്ന് ഒളിച്ചതാന്ന് പറയും. ഈ ഭയം വരിക, ഈ ഭയമല്ല, അത് പൈശാചിക പേടി, ദുഷ്ടാരൂപി വിതയ്ക്കുന്നതാണ് ഈ ഫിയർ എന്നുള്ളത്. ഒരുപാട് പേരെ ഭയമുണ്ട്. അപ്പോൾ ഈ ബന്ധനം വിട്ടുപോകണം. അപ്പോൾ ഇവളിൽ ഇതെല്ലാം പോയി, ഒന്നുമില്ല. അപ്പോൾ അവൾക്ക് ഈശോയെ അതുകൊണ്ട് മാലാഹന്മാരോട് സംസാരിക്കാൻ സാധിക്കുന്നു, ഈശോയോട് പോലൊക്കെ സംസാരിക്കാൻ പറ്റുന്നതായിട്ട് കാണാൻ പറ്റും. ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നവൾ കണ്ടു, എന്നാൽ അത് യേശുവാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. ഈശോ അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ആ തോട്ടക്കാരനാണെന്ന് വിചാരിച്ചവൾ പറഞ്ഞു, പ്രഭു, അങ്ങ് അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എവിടെ വെച്ചു എന്ന് എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശു വിളിച്ചു, മറിയം. അവൾ തിരിഞ്ഞ് റബൂനി എന്നർത്ഥത്തിൽ ഗുരു എന്നാണ് അർത്ഥം എന്ന് ഹെബ്രായ ഭാഷയിൽ വിളിച്ചു. ഉടനെ അവൾക്ക് മനസ്സിലായി. സ്വരം മറിയമെന്ന് വിളിക്കുകയും ഗുരു എന്ന് വിളിക്കണം, സ്വരം തിരിച്ചറിയാൻ പറ്റുന്നു പെട്ടെന്ന്. കാരണം ഈ ബന്ധനമില്ലെങ്കിൽ ഇത് അറിയാൻ പറ്റും. ഈ ബൈബിൾ വചനം തിരിച്ച് അപ്പോൾ ബന്ധനങ്ങളിൽ നിന്ന് പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ തിന്മയുടെ സ്വാധീനം നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലതും ഗ്രഹിക്കാനും മനസ്സിലാക്കാനും പറ്റാതെ പോകുന്നത്. അവിടെ ഈശോ നമ്മുടെ അടുത്തിരിക്കുമ്പോൾ ഈശോ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. അത് വിട്ടുപോകണം. അവിടെ ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കണം നമുക്ക്. അപ്പോൾ ഈശോയിൽ നിന്നുള്ള പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഇവളിലുള്ള പൈശാചിക ശക്തികൾ മുഴുവൻ പോയി 7 പിശാചുക്കളെ ഇവളിൽ നിന്ന് പുറത്താക്കുന്നതാണ് ഈ ലൂക്കാ സുവിശേഷത്തിൻ്റെ വചനത്തിൽ പറയുന്നത്.
അപ്പോൾ എട്ടാം അധ്യായത്തിൻ്റെ 1-2-3 വചനം വായിക്കും. അവിടെ പറയുന്നുണ്ട് മഗ്ദലന മറിയത്തെക്കുറിച്ച്. അവൾ 7 പിശാചുക്കൾ ബഹിഷ്കരിച്ച് കഴിഞ്ഞപ്പോൾ അവൾക്ക് പിന്നെ ഈശോ അനുഭവം കിട്ടി. അവൾക്ക് പിന്നെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുന്നു, ഈശോ അടുക്കാൻ പറ്റും, ഈശോയുടെ വന്നു ബന്ധനം ഒഴിഞ്ഞു പോയി. ശരിക്കും നമ്മൾ ഈ ബന്ധനങ്ങൾ വളരെ ഗൗരവമുള്ള മേഖലയാണ്. പലപ്പോഴും നമ്മളത് അംഗീകരിക്കാൻ പലർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ വളരെ സീരിയസ് ആയ സബ്ജക്റ്റാണ്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 14-ാം അധ്യായത്തിൽ അവിടെ 6-ാമത്തെ വചനമുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് സാംസണിൽ ശക്തമായി ആവസിച്ച് ആയുധം കൂടാതെ ആട്ടുംകുട്ടി എന്ന പോലെ അവൻ ആ സിംഹത്തെ ചീന്തിക്കളഞ്ഞു. ഒരു പൈശാചിക അരൂപിയെ ഈ സാംസൺ ചീന്തിക്കളയുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ടാണ്. വീണ്ടും അവനെ ബന്ധിച്ചുകൊണ്ട് അവനെ കുറേ ബന്ധനങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് അവനെ കെട്ടിയിടുന്ന സംഭവമുണ്ട്. കുറേ വലിയ കയറ് കൊണ്ട് അവനെ ബന്ധിച്ചിട്ട് കഴിയുമ്പോൾ ഇവിടെ പറയുന്നുണ്ട്. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകത്തിൻ്റെ 15-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ അവൻ കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവനിലേക്ക് വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ അത് കരിഞ്ഞ് ചാടുന്നത് പോലെ തീർന്നു, കെട്ട് അറ്റുപോയി. അപ്പോൾ ഉടനെ ബന്ധനം വഴിഞ്ഞു പോയി. അപ്പോൾ അവന് ബന്ധനം വഴിയുമ്പോഴോ ഭയങ്കര ശക്തനാണ് അവൻ. പിന്നെ അവൻ എന്തും ചെയ്യാൻ പറ്റും. അവന് തിന്മയുടെ ശക്തിയൊക്കെ ഇല്ലാതാക്കാം. അപ്പോൾ ഈ ബന്ധനമുള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ മുമ്പിൽ ഒരു തിന്മയുടെ പ്രവർത്തനങ്ങൾ ഒന്നും നമുക്ക് ഇല്ലാതാക്കാം. കാരണം നമ്മളിൽ ബന്ധനം ഉണ്ടെങ്കിൽ നമ്മൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് അതിശക്തമായിട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഈ ബന്ധനം അഴിഞ്ഞു പോകുള്ളൂ. അപ്പോൾ ഈ മഗ്ദലന മറിയത്തിൽ നിന്ന് അന്ധകാര ശക്തികൾ ഇറങ്ങിപ്പോയത് കൊണ്ട് അവൾക്ക് ധൈര്യമായിട്ട് കർത്താവ് സാക്ഷ്യം വഹിക്കാൻ പറ്റുക, അവൾക്ക് ഈശോ ശ്രേയിക്കാൻ പറ്റുക. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഈ വിടുതൽ കിടാണ്ട് ഏറ്റവും വലിയ ശുശ്രൂഷ ഡെലിവറൻസ് ശുശ്രൂഷയാണ്. ഡെലിവറൻസ് ശുശ്രൂഷ നമ്മൾ സമ്പൂർണ്ണമായി വിടുതൽ കിട്ടണം. അപ്പോൾ മഗ്ദലന മറിയത്തിന് കൊടുത്ത അതേ വിടുതൽ നമുക്ക് തരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. മദ്യത്തിൻ്റെയും മയക്കുമരുന്ന് ലഹരിയും സ്വാർത്ഥതയുടെയും പണക്കൊതിയുടെയും കൊളോസസ് 3:5 പറഞ്ഞ വിഗ്രഹ ആരാധന ദ്രവ്യാസക്തി, അല്ലെ 1 തിമോത്തി 6:5-10 വചനത്തിൽ പറയുന്ന ആ ഒരു ദുഷ്ടപിശാചിൻ്റെ സ്വാധീനമുണ്ട്. ധനമോഹമാണ് എല്ലാ തിന്മകളുടെ അടിസ്ഥാന കാരണം. അപ്പോൾ അതെല്ലാം ഉള്ളിലിരിക്കുകയാണ്. പേര് പെരുമ പ്രശസ്തിക്ക് വേണ്ടി നെട്ടോട്ടം. 1 യോഹന്നാൻ 2:15-16-17 പറയുന്ന ലോകത്തിൽ വസ്തുക്കൾ സ്നേഹിക്കരുത്. പക്ഷേ ഇതെല്ലാം ബന്ധനമാണെന്ന് അറിയുന്നില്ല. നമ്മളോർക്കുന്നത് വലിയ പുണ്യം നടത്താൻ നമ്മളിത് ചുമന്നുകൊണ്ടൊക്കെയാണ്. പക്ഷേ നമ്മൾ വലിയ കാര്യമാണ്. പണം, കാശ്, ഇഷ്ടമോ എല്ലാം വലിയ കാര്യം. പക്ഷേ അത് ബന്ധനമാണെന്നുള്ളതാണ് ബൈബിൾ പറയുന്നത്. അത് പോയി കഴിയുമ്പോഴാണ് എനിക്ക് എൻ്റെ സത്യത്തെ കണ്ടുമുട്ടാൻ പറ്റും, ഈശോയെ കണ്ടുമുട്ടാൻ പറ്റും. മഗ്ദലന മറിയത്തിന് ദൈവദൂതന്മാരെ കാണാൻ പറ്റുന്നു, അവരോട് സംസാരിക്കാൻ പറ്റുന്നു, കർത്താവിനെ കാണാൻ പറ്റുന്നു. കർത്താവിനോട് മറിയം എന്ന് വിളിക്കുമ്പോൾ റബ്ബൂനി എന്ന് ഗുരു എന്നർത്ഥം. അപ്പോൾ ഉടനെ വലിയ ഹാപ്പിയാവുന്നു, ഭയങ്കര സന്തോഷമായി മാറുകയാണ്. അപ്പോൾ അവിടെ വലിയൊരു ഗ്രേസ് ഒഴുകുന്നു കാണാൻ പറ്റും. കാരണം ഈ തിന്മയുടെ സ്വാധീനം നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് ക്രിസ്തുവിനെ ആടുന്ന സ്നേഹിക്കുക. എപ്പോഴും നമ്മളൊരു അസ്വസ്ഥത ഉണ്ടാകുന്നില്ല, നമുക്ക് പൂർണ്ണ ഫ്രീഡം കിട്ടാത്തതിൻ്റെ കാരണം ആന്തരിക ഫ്രീഡം സംതിങ് ഈസ് ലൈക്ക് എ പ്രോബ്ലം. ഒരു ബ്ലോക്ക് ചെയ്യുന്നൊരു തലമുണ്ട്. അതാണ് ഈ യെശയ്യാ 59:1-2 രക്ഷിക്കാനാവാത്തതും കർത്താവിൻ്റെ കരം കുറുകി പോയിട്ടില്ല, കേൾക്കാനാവാത്തതും അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല, എന്നാൽ നിൻ്റെ പാപങ്ങളാണ് നിന്നെ ദൈവത്തെ അകറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് അത് വെച്ചാൽ ആ ഒരു അകലം ഉണ്ടാകുന്നുണ്ട്. അത് തിന്മയുടെ ബന്ധനമുണ്ട്. അത് പോകണം. ശരിക്കും ആഗ്രഹം കർത്താവെ ഈ കെട്ടഴിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കണം. നമുക്ക് ആ ഒരു അസ്വസ്ഥത മാറും. അപ്പോൾ പാപത്തിൻ്റെ സ്വാധീനം നമ്മൾ നിൽക്കുന്നതുകൊണ്ടാണ് ദൈവ സാന്നിധ്യത്തെ നമുക്ക് അടുത്ത് ചെന്നാലും നമ്മളോട് സംസാരിച്ചാൽ നമുക്ക് കേൾക്കാൻ പറ്റുന്നില്ല, തിരിച്ചങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. പത്രോസും യോഹന്നാനൊക്കെ അതിനകത്ത് കയറുമ്പോൾ ഒരു ഈശോയുടെ തലയിൽ ചുറ്റിയിരുന്ന തുണി അവിടെ ചുരുട്ടി കിടക്കുന്നതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ഈ ദൈവദൂതന്മാർ അവിടെ ഇരിക്കുന്നത് കാണുന്നില്ല. എവിടെയോ നമുക്കറിയാലോ, പത്രോസിന് അവസാനം ഈശോയുടെ പിടാസെ തൊട്ട് മുമ്പ് 3 വട്ടമൊക്കെ തള്ളി പറയുന്നുണ്ട്. അപ്പോൾ അവിടെ എന്തൊരു സംശയത്തിൻ്റെ ബന്ധനം, എന്തോ സംഭവം ഉണ്ട്. അപ്പോൾ അത് നിൽക്കുന്നുണ്ട്, അവർക്കത് കാണാം. പക്ഷെ നേരെ വെച്ച് മറിയത്തിനത് കാണാൻ പറ്റും. കാരണം അവളുടെ 7 പിശാചുക്കളെയും കർത്താവ് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഷി ഗോട്ട് ടോട്ടൽ ഡെലിവറൻസ്. അപ്പോൾ അത് എന്താണെന്ന് അറിയണത് ശരിക്കും അത് പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ ഞാൻ കണ്ടു ചില ആളുകൾ തലയിൽ കവിച്ച് ബന്ധന പ്രാർത്ഥന നടക്കുമ്പോൾ ഡെലിവറൻസ് അപ്പോൾ പൈശാചിന് മൊത്തത്തോടെ അങ്ങോട്ട് പോകുന്ന ഒത്തിരി സംഭവം നമുക്ക് കാണാൻ പറ്റും. ഈ ടോട്ടൽ ഡെലിവറൻസ് അത് കഴിയുമ്പോൾ അവരിലുണ്ടാകുന്നൊരു ക്രിസ്തു അനുഭവം അത് അവർണ്ണനീയമാണ്. ഈശോയോടും ദൈവവചനത്തോടും വിശ്വാസത്തോടും ഒക്കെ ഉണ്ടാകുന്നൊരു സ്നേഹം, ബന്ധം, ആഴം അതൊരിക്കലും നമുക്ക് താരതമ്യപ്പെടുത്താൻ ഒരിക്കലും സാധ്യമല്ല. അത് നമ്മൾ വളരെ ഗൗരവമായിട്ട് മനസ്സിലാക്കി. അതുകൊണ്ട് ഈ സമയം നമ്മൾ വളരെ കൃപയുടെയും ദൈവത്തിൻ്റെ മക്കളായിട്ട് നമ്മൾ ജീവിക്കാൻ തയ്യാറാക്കണം. ഒരു കാരണവശാലും തിന്മയുടെ സ്വാധീനങ്ങൾക്ക് നമ്മൾ തന്നെ വിട്ടുകൊടുക്കരുത്. പൈശാചിക അരൂപികൾ പല രൂപത്തിലും പല വരും. സൂക്ഷിച്ചോണം. ഈ സമയത്ത് അതാണ് പലവശം എൻ്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ച ദൈവിക വരപ്രസാദം നഷ്ടപ്പെട്ടു വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് പറയും.
അപ്പോൾ അത് തിമോത്തിയോസിനോട് പറയുമ്പോൾ, അപ്പോൾ ആ അനോയിൻറ്റിങ് കളയരുത്. ആ അനോയിൻറ്റിങ് നമ്മളിലുണ്ട്. അത് കൃപ കാണണം, ഡെലിവറൻസ് ആണ്. വീണ്ടും ബന്ധനത്തിലേക്ക് പോകരുത്. പല ആളുകളും ഡെലിവറൻസ് കിട്ടിയ ശേഷവും പോയിട്ട് വീണ്ടും ബന്ധനത്തിലേക്ക്, പണക്കൊതി കാരണവും സ്ഥാനമാനത്തിൻ്റെ കൊതി കാരണവും അല്ലെങ്കിൽ പേരിൻ്റെ കൊതി കാരണവും അല്ലെങ്കിൽ ആകാംക്ഷ കാരണം പലയിടത്തും പോയി പൈശാചിക ശക്തികളുടെ ബന്ധനത്തിലേക്ക് വീണ്ടും പോകുന്നത് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ പിന്നെ രക്ഷപ്പെടുക വലിയ ബുദ്ധിമുട്ടാണ്. അത് ബൈബിൾ പറയുന്നുണ്ട്. അപ്പോൾ ബന്ധനം ഇരിക്കുമ്പോൾ നമുക്ക് ക്രിസ്തു അനുഭവം. അതുകൊണ്ട് ചിലവർ ആദ്യമൊക്കെ ഞാൻ സുവിശേഷം പ്രാർത്ഥിക്കുന്നു, എനിക്ക് ക്രിസ്തുവിന് ഭയങ്കര ആഴമായിരുന്നു, എനിക്ക് ഭയങ്കര ആനന്ദം. പക്ഷേ ഇപ്പോൾ എനിക്കൊരു ആനന്ദം കിട്ടുന്നില്ല, കാരണം ഒരു ബന്ധനം വന്നിട്ടുണ്ട്. അപ്പോൾ 7 പൈശാചിക ശക്തികളെ ഈ മഗ്ദലന മറിയത്തുനിന്ന് ദൈവം പുറത്തായി കഴിയുമ്പോൾ അവൾ കിട്ടുന്നൊരു പൂർണ്ണമായ സ്വാതന്ത്ര്യമുണ്ട്. അതിവിടെ നമുക്ക് വീണ്ടും സങ്കീർത്തനത്തിൽ 107 അധ്യായത്തിൻ്റെ 10 മുതൽ 20 വരെയുള്ള വചനത്തിൽ ഡെലിവറൻസിനെ കുറിച്ച് വളരെ ശക്തമായൊരു വചനമാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നത്. അത് നമുക്കൊന്ന് വായിച്ച് പ്രാർത്ഥിക്കാം, കർത്താവ് നന്ദി പറയാം. സങ്കീർത്തനം 107 10 മുതൽ 20 വരെയുള്ള വചനം. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. എന്നാൽ അവർ ദൈവത്തിൻ്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതൻ്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു, വീണു, സഹായിക്കാൻ ആരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടെ പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിൻ്റെ നിഴലിലും ഇരുന്നു. അതിനുശേഷം 13 പറയും, അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ച് അപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങൾ ദർശിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിൻ്റെ നിഴലിൽ നിന്നും അവിടുന്ന് അവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്നാൽ അവിടുന്ന് പിച്ചളവാതിൽ തകർക്കുന്നു, ഇരുമ്പോടാമ്പലുകളെ ഒട്ടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർച്ചുള്ള രോഗികളായി തങ്ങൾ അകൃത്യങ്ങളായി ദുരിതത്തിലായി നല്ല ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യുകവാടം സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ കർത്താവ് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്ന് അവരെ ഞെരുക്കങ്ങൾ ദൃശ്യം അവിടുന്ന് എൻ്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിന് വിടുവിച്ചു. അവിടെ ദൈവവചനം വന്നിട്ട് അവരുടെ ബന്ധനങ്ങളൊക്കെ പൊട്ടിച്ചു. ശരിക്കും ഈ ബന്ധനത്തിലിരിക്കുമ്പോൾ നമ്മൾ കർത്താവോട് കരഞ്ഞ് പ്രാർത്ഥിക്കും, കർത്താവെ എനിക്ക് വിടുതൽ തരണമെന്ന് പ്രാർത്ഥിക്കണം, ശരിക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. അപ്പോൾ അത് നമ്മളൊന്ന് വിട്ടുപോകണം. അതാണ് ഈ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 8 അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 6 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ പറ്റും. കുഷ്ഠരോഗി കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ എനിക്ക് മനസ്സുണ്ട് ഇങ്ങനെ ശുദ്ധനാക്കുക. ശരിക്കും അവനൊരു കർത്താവിനോട് പറയാം, എന്നെ ശുദ്ധനാക്കണം, എൻ്റെ ബന്ധനടിക്കണം, എൻ്റെ അശുദ്ധീകരണത്തെ കളയണം. അപ്പോൾ എങ്കിലേക്ക് ഈശോ അനുഭവിക്കാൻ പറ്റുള്ളൂ. ഈശോ അപ്പോൾ ഈ ഒരു സാധനം ഇരിക്കുന്നതുകൊണ്ടാണ് അവിടെ പ്രിയപ്പെട്ടവർ നമ്മളെ കർത്താവ് ഈശോയുടെ സ്ഥാനം നമ്മുടെ മുമ്പിലുണ്ട്. ഉത്ഥിതനായ ഈശോയുടെ സ്ഥാനത്ത് ഇപ്പോൾ സഭയിലുണ്ട്. ഞാൻ 2000 വർഷം മുമ്പ് ഈശോയുടെ ഉത്ഥാനത്തിൻ്റെ വേളയിൽ കല്ലറയിൽ നടന്ന അതേ അനുഭവം നമ്മുടെ ബലിപീഠത്തിൽ, കർത്താവിൻ്റെ ബലിപീഠത്തിൽ എല്ലാ ദിവസവും സംഭവിക്കുന്നുണ്ട്. പരിശുദ്ധ കുർബാന. പക്ഷേ അത് കാണാൻ സാധിക്കാത്തത് അത് നമ്മൾ ചില ബന്ധനങ്ങൾ കൊണ്ട്, വെറുപ്പിൻ്റെ ആകാം, അസൂയുടെ അഹന്തയുടെ ആകാം, ഭയത്തിൻ്റെ ആകാം, നിരാശയുടെ, അവിശ്വാസം, യുക്തി വിചാരമാകാം, അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ ഡാർക്ക്നെസ്സൊക്കെ എഫെസസ് 4:18 പറയുന്ന ബുദ്ധിയിലെ അന്ധകാരമാകാം. അപ്പോൾ അതൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഈശോയുടെ സാന്നിധ്യത്തിന് അടുത്ത് ഈശോ സ്വന്തമാക്കാൻ പറ്റില്ല. അത് നമ്മളത് മാറിപ്പോകാൻ നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കണം. അത് നമുക്ക് ചിലരുണ്ട് അത്ഭുതങ്ങളും രോഗശാന്തികളൊക്കെ കണ്ടാൽ ഈ ബന്ധനം കയറി പിടിക്കും. ഈ പോയാലേ കിട്ടും, അല്ലെങ്കിൽ അത് വീണ്ടും ഒരു പഴയ അവസ്ഥയിലോട്ട് പോകുന്നത് കാണാൻ പറ്റും. അപ്പോൾ ശരിക്കും പൈശാചിക ശക്തി നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് പൂർണ്ണ വിടുതൽ. അപ്പം മഗ്ദലന മറിയത്തിന് കിട്ടിയ ഒരു സമാധാനം അത് നമ്മുടെ ആത്മാവിന് ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ ആ കെട്ടുപൊട്ടണം, പൈശാചിക കെട്ടുകൾ പൊട്ടണം. നമുക്കറിയാം, അത് തന്നെ നമുക്ക് ബൈബിൾ കണ്ടുമുട്ടും. യോഹന്നാൻ സുവിശേഷം 4 അധ്യായത്തിൻ്റെ 10 മുതൽ 18 വരെയുള്ള വചനം വായിക്കുമ്പം ശരിക്കും ഇത് മുഴുവൻ വായിക്കണം. ആ അധ്യായം 4 അധ്യായത്തിൽ നമുക്ക് സമരക്കാരുടെ സംഭവമാണ്. അപ്പോൾ അവിടെ അവളുണ്ട് 5 ഭർത്താക്കന്മാരുടെ ഒരു ബന്ധനമുണ്ട്. അപ്പോൾ അത് ഈശോയുടെ സാമീപ്യം, ഈശോയുടെ ആത്മാവിന് അത് വിട്ടുപോകുന്നുണ്ട്. അത് വിട്ടുപോയപ്പോൾ അവൾ ഫ്രീ ആയവൾ. അപ്പോൾ അവളുടെ ദാഹം പോലും പോയി എന്നുള്ളതാണ്. അവൾ ശാരീരിക ദാഹം, അതുകൊണ്ട് അവൾ കുട വെച്ചിട്ട് അവൾ പോവുകയാണ്. പോയി അവൾ എല്ലാവരോടും പറയുകയാണ്, ഞാൻ ഈശോ കണ്ടു, ഈശോയോട് സംസാരിച്ച് എൻ്റെ കാര്യമൊക്കെ പറഞ്ഞു, വിടുതൽ കിട്ടി. അപ്പോൾ പ്രഘോഷകയായി തീരും. ഈ ഇന്നുവരെ പലപ്പോഴും സഭയ്ക്ക് മിഷണറി ആകാൻ പറ്റാത്തതിൻ്റെ പലപ്പോഴും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബന്ധനമുള്ളതുകൊണ്ടാണ്. നമ്മൾ പല പൈശാചിക ബന്ധനങ്ങളുണ്ട്. അതുകൊണ്ട് നമുക്കൊരു മിഷണറി വാതുറന്ന് കർത്താവിനെ ഏറ്റുപറയാൻ, ഈശോയാണ് രക്ഷ, ഈശോയാണ് കർത്താവ് എന്ന് ഏറ്റുപറയാൻ പറ്റുന്നില്ല. അതാണ് നമ്മൾ തിരുവചനത്തിൽ കണ്ടുമുട്ടുന്ന അപ്പോസ്തല പ്രവർത്തനം 16:30 പൗലോസിലെ പറഞ്ഞല്ലേ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീ നിൻ്റെ കുടുംബം രക്ഷപ്പെടും. അങ്ങനെയൊക്കെ പറയാൻ അവർക്ക് പറ്റുന്നില്ല. കാരണം ഈ രക്ഷ ഈശോയുടെ കാൽവരി കുരിശിൽ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, അവനാണ് നമ്മളെ വീണ്ടെടുത്ത്. ഇത് പറയാൻ, സഭയെക്കുറിച്ച് പറയാൻ, തിരുസഭയിലെ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം പറയാൻ നമ്മൾ മടുപ്പ് അല്ലെങ്കിൽ പറയാൻ ക്ലാരിറ്റി ഇല്ലാത്തതിൻ്റെ കാരണം നമ്മളെ ബന്ധനം നിൽക്കുന്നുണ്ടാണ്. അതുകൊണ്ട് ഈ ബന്ധനം എന്ന് വളരെ സീരിയസ് ആയ സംഭവമാണ്. പലർക്കും ഇത് കേൾക്കുമ്പോൾ വലിയ അസ്വസ്ഥത ഉണ്ടാകാറുണ്ട്. ഈ വാക്ക് തന്നെ കേൾക്കുമ്പോൾ വാട്ട് ഈസ് ഇറ്റ്,
ശരിക്കും ഇതൊരു സംഭവമാണ്. അതാണ് ഈ 7 പൈശാചുക്കളെ മഗ്ദലേന മറിയത്തിന് കർത്താവ് പുറത്താക്കി കഴിഞ്ഞപ്പോൾ അവൾ കിട്ടുന്നൊരു സമാധാനം, ഒരു വിടുതൽ, രക്ഷയുടെ അനുഭവം, അത് വലിയ സംഭവമാണ്. അത് വിടുതൽ കിട്ടിയത് ഇത് തന്നെ നമുക്കറിയാം. സഖ്യവസ്തുവിന് കിട്ടുന്നുണ്ട്. ധനമോഹിയായ, ധനത്തിന് വേണ്ടി മാത്രം ജീവിച്ച ചുങ്കക്കാരന് അവനിലേക്ക് പരിശുദ്ധ ഈശോക്ക് അവൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ, അവൻ്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോൾ, അവൻ്റെ ജീവിതത്തിലേക്ക് ഈശോയുടെ പ്രവർത്തനം, അവനെല്ലാം ബന്ധനം പൊട്ടിപ്പോവുകയാണ്. അപ്പോഴാണ് അവന് കട്ടുമൂട്ടിച്ചെടുത്ത് എല്ലാം അവന് 4 ഇരട്ടിയായിട്ട് തിരിച്ചു കൊടുക്കുന്നു, എല്ലാം വെച്ച്. കാരണം ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് പോയി അവൻ്റെ ഉള്ളിൽ നിന്ന്. ഈശോ കൊടുത്ത ഡെലിവറൻസ്, അല്ലാതെ അവനെ കളഞ്ഞെന്ന് പറയാൻ പറ്റില്ല. ഈശോ ഡെലിവറൻസിൻ്റെ പവറാണ് അവനെന്നത് പോകാൻ കാരണം. എടുത്ത് കളയാൻ കാരണം പരിശുദ്ധ അവന് പ്രവർത്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ആത്മാവ് പ്രവർത്തിച്ചപ്പോൾ അവനത് എല്ലാം എടുത്ത് കളഞ്ഞു. അവന് ഭയങ്കര സമാധാനമായി, അവന് ഫ്രീ ആയി. കാരണം അവന് വഞ്ചിച്ചും തട്ടിച്ചും വെട്ടിച്ചെടുത്തെല്ലാം കയ്യിലിരുന്നതാണ് ഇത്രയും നേരത്തെ ഭാരം. അതങ്ങ് പോയി കഴിയുമ്പോൾ അപ്പോൾ ഈശോ പറയും, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു പറയുകയാണ്. 19:10 ലൂക്ക 19:10 പറയുന്ന പോലെ അത് ഈശോ പറയാണ്. അത് വലിയൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഡെലിവറൻസ് കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കണം. ഡെലിവറൻസിൽ ഒരു രക്ഷയില്ല. അതുകൊണ്ട് ഈശോ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും ഡെലിവറൻസ് കൊടുക്കും, പൂർണ്ണ വിടുതൽ, രോഗശാന്തി അല്ല ഈശോ കൊടുക്കുന്നത്. ഈശോ കൊടുക്കുന്നത് ഡെലിവറൻസാണ്. ഇന്ന് ഒത്തിരി പേർക്ക് ഈശോ സ്നേഹിക്കും, ഈശോയുടെ കൂടെ ആയിരിക്കും, പ്രാർത്ഥനയിൽ അനുഭവം കിട്ടുന്നില്ല, പ്രാർത്ഥിക്കുന്ന പോലുമില്ല. ചെറിയ പ്രാർത്ഥന മാത്രമല്ല, കാര്യമായിട്ട് പ്രാർത്ഥിക്കുന്ന പോലുമില്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആ ബന്ധം മുറിഞ്ഞു പോയി. ഈശോയുമായിട്ടുള്ളൊരു വ്യക്തിബന്ധം എവിടെയൊരു ബന്ധനം കയറി പിടിച്ചിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളോട് നമുക്ക് തുറന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ മുമ്പിൽ കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിൽ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അയക്കുന്ന സാഹചര്യങ്ങളിൽ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തിരുമയുടെ സ്വാധീനം പൈശാചികയുടെ മാറ്റിത്തരണം പ്രാർത്ഥിക്കുക. അതുതന്നെയാണ് ഈ ലഘ്യോൻ ബാധിച്ചവനെന്ന് ആ ബന്ധനം വിട്ടുപോവുകയാണ്. അതുകൊണ്ട് 2000 പിശാചുക്കൾ വിട്ട ഒരു ബന്ധനമുണ്ട്. ഒരു ബ്ലോക്ക് ചെയ്യുന്നത് ഈശോയുമായിട്ട് അടുപ്പിക്കുന്ന. അത് ഈശോ കാണുമ്പോൾ, മഹോന്നത ദൈവത്തിൻ്റെ പുത്ര യേശുവേ, നീ എന്തിന് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നു, എന്നെ ഉപദ്രവിക്കാനാണോ വന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഈശോയ്ക്കെതിരെ നിൽക്കുന്നവൻ കുറച്ച് മുന്നേ ഈശോയുടെ കാൽക്കലിരിക്കുന്നതായിട്ട് കാണാം. ഈശോയ്ക്കെതിരെ സംസാരിക്കുന്നത്. അപ്പോൾ ഈശോയ്ക്കെതിരെ സംസാരിക്കുന്ന ഒരു പൈശാചിക അരൂപിയാണ്. അത് പോയി കഴിഞ്ഞപ്പോൾ അവന് ഈശോയുടെ ബന്ധനം വിട്ടു പോയപ്പോഴും അവൻ ഈശോയുടെ അടുക്കൽ പോയിരിക്കുക. ഈ ബന്ധനമുള്ളവരെല്ലാം ഇങ്ങനെ വയലൻ്റ് ആവും, അവരെതിര് പറയും, നെഗറ്റീവ് പറയും, അവർ വിശ്വസിക്കത്തില്ല, അവരെതിര് പറയും. അവർ ആ പൈശാചിക സമ്പൂർണ്ണ വിടുതൽ സംഭവിച്ചു കഴിയുമ്പോൾ നമുക്കാണ് വളരെ ശാന്തരാണ്. ശരിക്കും നമുക്ക് ശാന്തത ഉണ്ടാകാത്ത, മനസ്സിന് ശാന്തത ഇല്ലാത്തതിൻ്റെ കാരണം എന്ത് ബന്ധനം ഇരിക്കുന്നതുകൊണ്ടാണ്. ഭയത്തിൻ്റെ, ആകുലതയുടെയും നിരാശയുടെയും തിന്മയുടെ ഏതൊരു പൈശാചിക സ്വാധീനമുണ്ട്. അതിരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ശാന്തമാകാൻ പറ്റാത്തത്. അതുകൊണ്ട് അപ്പോൾ ഇവന് പൈശാചിക പോയി ശാന്തന ഈശോയുടെ കൂടെ, ഈശോയുടെ അടുത്തും ഇരിക്കുന്നതായിട്ട് കാണാം. അവർ വരുമ്പോൾ ആ നാട്ടിലുള്ള ഗെരസേനയുടെ നാട്ടിലുള്ള ആളുകളെല്ലാം കൂടെ ഓടിക്കൂടി ചെലവ് കാണുന്ന ഈ പിശാചുബാധൻ വസ്ത്രം ധരിച്ച് സുബോധത്തോടെ കർത്താവിൻ്റെ കാൽക്കൽ ഇരിക്കുന്നതായിട്ട് കാണാം. വളരെ ശാന്തനായി. അപ്പോൾ നമുക്ക് ശാന്തത കിട്ടാത്തതിൻ്റെ കാരണം നമ്മൾ ഏതൊരു നമ്മൾ നെഗറ്റീവ് പറയുന്നു, മാതാപിതാക്കൾക്കെതിരെ, ഭാര്യയ്ക്കെതിരെ, ഭർത്താവിനെതിരെ, സഭയ്ക്കെതിരെ എല്ലാം നമ്മൾ അസ്വസ്ഥത കാണിക്കുന്നതിന്. ബിക്കോസ് ദർ ഇസ് എ ബോണ്ടേജ്. ആ ബോണ്ടേജ് വിട്ടുപോകണം. അത് നമ്മൾ അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ ആരാധന സമയത്ത് കർത്താവിൻ്റെ ആത്മാവ് നമ്മൾ ഇറങ്ങി പ്രവർത്തിക്കട്ടെ. വലിയ അടയാള അത്ഭുതങ്ങളും സൗഖ്യങ്ങളും സംഭവിക്കട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ.